ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശ യാത്രയാണ് ഈ കൈതപ്പറമ്പിന്റെ പ്രദേശത്തും എത്തിച്ചേർന്നിട്ടുള്ളത്. വിവിധമായ കാലാവസ്ഥയിലും വിവിധമായ സാഹചര്യത്തിലും ജീവിക്കുന്ന നിരവധി വ്യക്തികൾ ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ട്. അവരെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പണം ചെയ്തുകൊണ്ട് തന്നെ ഇന്ന് ദിവസം അനവധി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും നിരാശകളും തളം കെട്ടിക്കിടക്കുന്ന വേളയിലും ദിനം പ്രതി വരുന്ന പത്രമാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങളിൽ നാം പരിശോധിക്കുമ്പോൾ കാണുമ്പോൾ ഭയാനകം തോന്നുന്ന നിരവധി വാർത്തകളാണ് നമ്മുടെ ദേശത്ത് പരന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് മോചനം നൽകുവാൻ, അതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയുന്ന നസ്രയനായ യേശുക്രിസ്തുവിന്റെ ഒരു സ്നേഹ വർത്തമാനം, സ്നേഹ സന്ദേശമാണ് ഈ ദേശത്തിലും ഞങ്ങൾ അത്യുച്ചസ്വരം വിളിച്ചു പറയുന്നത്. ദിനം പ്രതി ഉയർന്നു വരുന്ന പ്രതികൂലത്തിന്റെയും കടക്കണിയുടെയും ആത്മഹത്യയുടെയും ദുഃഖത്തിന്റെയും നിരാശയുടെയും വാക്കുകൾ നമ്മളെ ഭീതിപ്പെടുത്തുന്നതും ഭാരപ്പെടുത്തുന്നതും ദുഃഖത്തിലേക്ക് നയിക്കുന്നതുമാണ്. ജീവിതത്തിന്റെ എല്ലാ മേടുകളിലും മനുഷ്യന്റെ ജീവിത ചരിത്രങ്ങളെ എടുത്തു പരിശോധിച്ചാൽ അവരുടെ ജീവിതത്തിന് ദുഃഖത്തിന്റെ അവസ്ഥകൾ തളം കെട്ടിക്കിടക്കുന്ന സന്ദർഭങ്ങൾ നമുക്കറിയാവുന്നതാണ്. ദേശമെമ്പാടും നാം ആചരിക്കുന്ന സ്നേഹം, നാം വിവർത്തിക്കുന്ന സ്നേഹം എന്ന് പറയുന്ന നല്ല സംഖ്യത, അതിനെ വിതയ്ക്കുന്നത് ദുഃഖമായിട്ട് നാം പത്രമാധ്യമങ്ങളിൽ വായിക്കാറുള്ളതാണ്. പത്രം തുറന്നു വായിക്കുമ്പോൾ കൊലപാതകങ്ങളും മറ്റു പ്രവൃത്തികളും കാണുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഒളിയമ്പ് പോലെ പറയുവാൻ കഴിയുന്ന ഒന്നാണ് ലഹരി പദാർത്ഥത്തിന്റെ ഉപയോഗം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നതുപോലെ ഒരു സയൻസ് പഠിക്കുന്ന വ്യക്തി താൻ പഠിക്കുമ്പോൾ ഒരു ജലാംശയത്തെ എടുത്ത് 3 സംഖ്യകളായി തിരിക്കുന്നത് പോലെ തന്നെ ലഹരിക്കും ഇതുപോലെ തന്നെ സോളിഡായി, ലിക്വിഡായി, ഗ്യാസായി പരക്കുന്നതും ഉപയോഗിക്കുന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. ലിക്കർ പോലെയുള്ള, ഇല്ലെങ്കിൽ മദ്യം പോലെയുള്ള അനവധി പേരുകളിൽ അറിയപ്പെടുന്നത് ഉപയോഗിച്ച് പഴകുമ്പോൾ വീര്യമായി തോന്നി പിന്നെ ദേശത്തിന് നാശം വിതയ്ക്കുന്നത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. സോളിഡായിരിക്കുന്ന MDMA പോലുള്ള അനവധി കാര്യങ്ങൾ മനുഷ്യൻ ഉപയോഗിക്കുകയും തന്റെ ജീവിതത്തെ ദുഃഖത്തിലേക്കും നിരാശയിലേക്കും നയിക്കുന്നത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതുപോലെ തന്നെ പുകയില ഉൽപ്പന്നങ്ങൾ, സിഗരറ്റ് പോലെയുള്ള അനവധി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും ക്യാൻസർ പോലുള്ള മാരാരോഗങ്ങളെ ഭവനത്തിലേക്ക് വിളിച്ചു വരുത്തുന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്? ഒരു വ്യക്തിയെ, ഇല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ സ്കൂളിലേക്ക് സന്തോഷത്തിൽ പഠിക്കുവാനായി വിടുമ്പോൾ അവൻ സ്കൂളിൽ ചെന്ന് പഠിച്ച് നല്ല വ്യക്തിയായി ദേശത്തിനും സമൂഹത്തിനും രാജ്യത്തിനും കൊള്ളാവുന്ന വ്യക്തിയായി മുൻപോട്ട് പഠന നിലവാരം ഉയർത്തും എന്ന് നാം വിശ്വസിച്ച് ആ കുഞ്ഞിനെ സ്കൂളിലേക്ക് വിടുമ്പോൾ തന്റെ കൂട്ടുകെട്ട് പലപ്പോഴും തന്നെ വിളിച്ചു കൊണ്ടുപോകുന്നത് മദ്യത്തിലേക്കാണ്, മയക്കുമരുന്നിലേക്കാണ്, പുകയില ഉൽപ്പന്നങ്ങളിലേക്കാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത് ചെയ്യുന്നത്? ഒരു അല്പ സന്തോഷത്തിന് വേണ്ടി, കൂട്ടുകാരോട് പ്രസിദ്ധമാകുവാൻ വേണ്ടി താൻ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഗമയോടും സന്തോഷത്തോടും വിളിച്ചു പറയുവാൻ താല്പര്യപ്പെടുന്ന കുഞ്ഞ് താൻ ഇത് ഉപയോഗിച്ച് രസത്തിന് വേണ്ടി തുടങ്ങുന്നതാണ്. എന്നാൽ തന്റെ ജീവിതം വന്നവസാനിക്കുന്നത് ഒരു അലറിക്കരയുന്ന ഒരു ദേശത്തിന്റെ അവസ്ഥയിലേക്കാണ്. എന്താണ് അവസ്ഥ? താൻ മദ്യം ഉപയോഗിച്ചു ശേഷം താൻ തന്റെ വാഹനമെടുത്ത് റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ലഗാനുമില്ലാതെ പോകുന്ന തന്റെ വാഹനം മറ്റു വാഹനങ്ങളിലേക്ക് പോയി ഇടിച്ച് ഒരു ദേശത്തേക്ക്, ഒരു മൃത്യുവിലേക്ക്, തന്റെ മരണത്തിലേക്ക്, തന്റെ ഭവനത്തെ മരണത്തിന്റെ തളത്തിലേക്ക് വിളിച്ചു വരുത്തുന്നത് ഈ ലഹരി ഉപയോഗത്തിന്റെ കൃത്യമായ ഉപയോഗമാണ്. എന്നാൽ ഇതിനുവേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന പോലീസ് അധികാരികൾ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു വട്ടമെങ്കിലും ബോധവൽക്കരണം ദേശത്തിന് നൽകണം, സ്കൂളുകളിൽ നൽകണം, കോളേജുകളിൽ, ക്യാമ്പസുകളിൽ നൽകണം. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? യുവതലമുറ നശിച്ചു പോകുന്നത് കണ്ടിട്ടാണ്. എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ തലമുറകളും ലഹരിക്ക് അടിമപ്പെട്ടത് കൊണ്ടല്ല, എന്നാൽ അതിൽ നിന്ന് പുറത്തു വന്ന് അത് പുറത്തു വരുവാൻ കഴിയുമെന്നുള്ള ഒരു സദ്വർത്തമാനം ദേശത്തോട് വിളിച്ചു പറയുവാനാണ് ഞങ്ങൾ ഈ ഉച്ചഭാഷണിയുടെ സഹായത്തോടെ ഈ ദേശത്തിലും വന്നിട്ടുള്ളത്. എങ്ങനെയാണ് കഴിയുന്നത്? ആരാണ് സഹായമായിട്ട് വരുന്നത്?
മനുഷ്യന്റെ പഠനങ്ങൾ നിരത്തുന്നത് ഒരു സഹായമില്ലാതെ ജീവിക്കുവാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. ലഹരിക്ക് അടിമപ്പെട്ടു പോയാൽ, മറ്റ് ചീത്ത സ്വഭാവങ്ങളിൽ അടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ തനിക്ക് പുറത്തു വരുവാൻ എങ്ങനെയാണ് കഴിയുന്നത്? അതൊരു രാഷ്ട്രീയ പാർട്ടികൾക്കും അവനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയത്തില്ല. അതൊരു മതത്തിനും പുറത്തു കൊണ്ടുവരുവാൻ കഴിയത്തില്ല. ഒരു സന്യാസ ജീവിതത്തിനും പുറത്തു കൊണ്ടുവരുവാൻ കഴിയത്തില്ല. മലകളും കുന്നുകളും താഴ്വാരങ്ങളും കൊടിമുടികളും കയറിയാലും, കൊടികൾ ഉയർത്തിയാലും, പന്തങ്ങൾ ഉയർത്തിയാലും, മുഷി ചുരട്ടിയാലും ഒന്നും ഈ മനുഷ്യന് സമാധാനം തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയത്തില്ല. പിന്നെ എങ്ങനെയാണ് ഈ നിത്യമായ സമാധാനം തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്? ഈ നിത്യമായ സമാധാനം തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒരു വ്യക്തിയാൽ കൂടെ മാത്രമേ കഴിയത്തുള്ളൂ. ആ വ്യക്തി മതം സ്ഥാപിക്കുവാൻ വന്ന വ്യക്തിയല്ല. പലരും ചിന്തിക്കുന്നത് യേശുക്രിസ്തു മതം സ്ഥാപിക്കുവാൻ വന്നതാണ്. ഒരിക്കലുമില്ല. നോ, നെവർ. ആ വ്യക്തി മതം സ്ഥാപിക്കുവാൻ വന്നതല്ല. ഒരു രാഷ്ട്രീയ പാർട്ടി സമ്മേളിക്കുവാൻ വന്നതല്ല. താൻ വന്നതും ചെയ്തതുമൊക്കെ മനുഷ്യകുലത്തിന് വേണ്ടിയായിരുന്നു. താൻ ജീവിച്ചത് മനുഷ്യർക്ക് വേണ്ടിയായിരുന്നു. നിത്യജീവനെ നൽകിയത് മനുഷ്യർക്ക് വേണ്ടിയായിരുന്നു. സർവ്വലോകത്തിനും നേടുവാൻ തക്കവണ്ണം തന്നെ ക്രൂശിൽ ബലിയാടാക്കിയത് സർവ്വലോകത്തിലെ മനുഷ്യർക്ക് വേണ്ടിയാണ്. അതൊരു ഭൂജന ജന്തുക്കൾക്കോ വൃക്ഷലതാദികൾക്കോ പർവ്വജാതികൾക്കോ മൃഗസമ്പത്തിനോ വേണ്ടിയല്ല, മറിച്ച് മനുഷ്യന്റെ ആത്മാവിന് വേണ്ടിയാണ് നസറേയനായ യേശുക്രിസ്തു വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് വന്നത്? ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുൻപ് ഈ പാർപ്പിടത്തിലേക്ക് പരമയാഗമായി അവതരിച്ച വ്യക്തി, പരിശുദ്ധനെന്ന് അത്യുച്ചസ്വരം ദൂതസംഘങ്ങൾ വിളിച്ചു പറയുന്ന വ്യക്തി, തന്റെ ചുറ്റുപാടും കേൾക്കുന്ന ശ്രവിക്കുന്ന ശബ്ദം ഇങ്ങനെയാണ്: താൻ പരിശുദ്ധനാണ്. ഒരു മനുഷ്യനും പരിശുദ്ധിയായി ജീവിക്കുവാൻ കഴിയത്തില്ല. തന്റെ ജീവിതത്തെ തനമ്മയുടെ ഉദരം മുതൽ ജനിച്ച് വളർത്തപ്പെടുമ്പോൾ പാപത്തിലാണ് ഉരുവാകുന്നത്. എന്നാൽ മനുഷ്യ തിരിച്ചറിയുക, നാം നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്, നാടിനു വേണ്ടി ഒത്തിരി കഠിനാധ്വാനങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണ് നീ പാപിയാണെന്ന് പറയുന്നത്? നിന്റെ ജീവിതത്തിൽ നീ പാപി തന്നെയാണ്. ക്രിസ്തുവിനെ അറിയാത്ത ഏത് വ്യക്തിയും പാപിയായി കണക്കിടും. ഈ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ എങ്ങനെയാണ് സാധിക്കുന്നത്? കൊലകൾ ചെയ്യുന്ന വ്യക്തിയാകട്ടെ, നിരവധി പ്രയാണങ്ങൾ ചെയ്ത് മുൻപോട്ട് ജീവിതം നയിക്കുന്ന വ്യക്തിയാകട്ടെ, മനുഷ്യനാഥവെ തിരിച്ചറിയുക. ഒരു നല്ല നസ്രായനെ നിങ്ങൾ പരിചയപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വൃഥാവാണ്. ആരാണ് ഈ നല്ല വ്യക്തി? ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുൻപ് ഈ താണഭൂമിയിലേക്ക് അവതരിച്ച് സർവ്വലോകത്തിന്റെയും സർവ്വജനത്തിന്റെയും സർവ്വപാപത്തിനും പരിഹാരമായി പരമയാഗമായി ഭാരതത്തിലേക്ക് വന്ന പരമ തുല്യനായ ക്രിസ്തു എന്ന് പറയുന്ന ഏക സത്യദൈവം. മറ്റു പേരുകൾ വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ്? അവൻ എൽ ഷദ്ദായി ആണ്, അവൻ എലോഹീമാണ്, അവൻ ആൽ റോയി ആണ്. ഇങ്ങനെ മഹത്തായ പേരുകൾ ഉച്ചരിക്കുന്ന ഒരേ ഒരു വ്യക്തി, പിതാവ് പുത്ര പരിശുദ്ധാത്മാവെന്ന് ത്രിയേക ദൈവത്തെ ഒറ്റവാക്കിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരേ ഒരു വ്യക്തി, സർവ വ്യക്തിത്വത്തിന് ഉടമസ്ഥരായ, സർവ കർത്തൃത്വത്തിന് ഉടമസ്ഥരായ ഒരേ ഒരു വ്യക്തി, പാർപ്പിടത്തിൽ ജീവിച്ച് മനുഷ്യർക്ക് വേണ്ടി മുൻപോട്ട് ജീവിതം നയിച്ച ഒരേ ഒരു വ്യക്തി, 33 തിരുവയസ്സിൽ തന്റെ ജീവിതം മനുഷ്യർക്ക് വേണ്ടി കാഴ്ചയായി കൊടുത്തു. 30 വയസ്സ് വരെ താൻ മാതാപിതാക്കളോട് ജീവിച്ചതിന് ശേഷം 30 വയസ്സ് മുതൽ 33 തിരുവയസ്സ് വരെ സർവ പ്രവൃത്തികളും ചെയ്തു. എന്താണ് ആ പ്രവൃത്തി എന്നറിയാമോ? താൻ രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, പാപത്തിൽ നിന്ന് മോചനം കൊടുക്കുവാൻ ശ്രമിച്ചു. അനേക വ്യക്തികൾക്ക്, കുരുടന്മാർക്ക് കാഴ്ച നൽകി, ചെകിടർക്ക് കേൾവി നൽകി, ഊമരായിരിക്കുന്നവരെ സംസാരിക്കുവാനാക്കി, കിടപ്പായിരിക്കുന്ന വ്യക്തികളെ എഴുന്നേൽക്കുവാൻ ശ്രമിപ്പിച്ചു, ഇല്ലെങ്കിൽ എഴുന്നേൽപ്പിച്ചു. എന്തുകൊണ്ടാണ് ചെയ്തത്? സർവ്വലോകത്തിനും രക്ഷ നൽകണമെന്നുള്ള ഒറ്റ ദൗത്യം. പല വ്യക്തികളും ഇത് അനുകരിക്കാറുണ്ട്, പല വ്യക്തികളും ഇതിന് പിന്നാലെ പോകാറുണ്ട്. അനവധി വ്യക്തികളുടെ, അനവധി മതസ്ഥരുടെ പിന്നാലെ നാം പോയിട്ടുള്ള വ്യക്തികളാണ്. അനേക പാർട്ടികളുടെ പിന്നാലെ പോയിട്ടുള്ള വ്യക്തിയാണ് ഞാനും. എന്നാൽ മനസ്സിലായ ഒരേ ഒരു സത്യം എന്ന് പറയുന്നത്, പാർട്ടി നൽകാത്തത്, ദേശം നൽകാത്തത്, സർവരക്ഷിതാവായ യേശുക്രിസ്തു ഞങ്ങൾക്ക് നൽകി തന്നു. അതാണ് സർവരക്ഷിതാവിന്റെ രക്ഷ എന്ന് പറയുന്നത്. എങ്ങനെയാണ് രക്ഷയിലേക്ക് നയിക്കുന്നത്?
തന്റെ ജീവിതത്തെ, ദുർബലമായി കിടക്കുന്ന ജീവിതത്തെ നല്ലതായി പണിതെടുക്കുന്ന യേശുക്രിസ്തുവിന്റെ പ്രവർത്തികളാണ് അത് രൂപാന്തരം കൊണ്ടുവരുന്നത്, മാറ്റം കൊണ്ടുവരുന്നത്, ദേശത്തിന് ഐശ്വര്യം കൊണ്ടുവരുന്നത്. ഒരു കുടിയനായിരിക്കുന്ന വ്യക്തി കുടിച്ചതിന് ശേഷം വൈകിട്ട് തന്റെ ഭവനത്തിലേക്ക് വന്ന് മാതാപിതാക്കളെ ആകട്ടെ തന്റെ വ്യക്തികളെ ആകട്ടെ എടുത്ത് അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും ആ വീട്ടിൽ സമാധാനമുണ്ടെന്ന് പറയുവാൻ കഴിയത്തില്ല. എന്നാൽ നസ്രായനായ ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചത് എന്താണെന്ന് അറിയാമോ? ആ വ്യക്തിയെ പോലും മാനസാന്തരത്തിലേക്ക് നയിക്കുവാനാണ്. അതുകൊണ്ടാണ് ആ വ്യക്തിയെ ഒരു പ്രൈമറി ആയി ഞങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ലഹരിക്കെതിരായി, മദ്യത്തിനെതിരായി, മയക്കുമരുന്നിനെതിരായി ഞങ്ങൾ ബോധവൽക്കരണം നടത്തുന്നത്. സർവ്വലോകത്തിനും നൽകുവാൻ കഴിയുന്ന ഒരു രക്ഷ എന്ന് പറയുന്നത് ഒരേ ഒരു സമാധാന പ്രഭു ഇത് മാത്രമേ ഉള്ളൂ. അതാണ് ഞങ്ങൾ ദേശം തോറും, പട്ടണങ്ങൾ തോറും, ഗ്രാമങ്ങൾ തോറും വിളിച്ചു പറയുന്ന ഒരേ ഒരു സർവർത്തമാനം, ഒരേ ഒരു സുവിശേഷം. അത് നസ്രായനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. തന്നിൽ മാത്രമേ രക്ഷിക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. ഈ നാമത്തിന് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. ഈ നാമത്തിന് മാത്രമേ സർവ്വലോകത്തും മുട്ടുകൾ മടക്കുവാൻ കഴിയത്തുള്ളൂ. സർവ്വലോകവും മുട്ടുമടക്കുന്ന, സർവ്വ അധികാരികളും ഭയപ്പെടുന്ന, ഏത് കസാരയും വിറയ്ക്കുന്ന ഒരേ ഒരു നാമമുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. ആ നാമമാണ് ഞങ്ങൾ ദേശമെമ്പാടും, ഗ്രാമമെമ്പാടും, ഭവനങ്ങൾ തോറും, വീടുകൾ തോറും, വീതികൾ തോറും ഞങ്ങൾ വിളിച്ചു പറയുന്നത്. ഈ ക്രിസ്തുവിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. ഈ ക്രിസ്തുവിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, മുൻപോട്ട് നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നുണ്ടെങ്കിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുവാൻ നസ്രായനായ യേശു ക്രിസ്തുവിന് കഴിയുമെന്നുള്ള ഈ വർത്തമാനമാണ് ഞങ്ങൾ ഘോരം പ്രഖ്യാപിക്കുന്നത്, പ്രഘോഷിക്കുന്നത്. മാന്യ ശ്രോതാവേ, മനസ്സിലാക്കുക, നിലംപരിചയാകുന്ന നിങ്ങളുടെ ഭവനത്തെ കരപിടിവെക്കുവാൻ ജോലികൾ ചെയ്താലും മതിയാവത്തില്ല. നിലംപരിചയാകുന്ന നിങ്ങളുടെ കുടുംബത്തെ മുൻപോട്ട് നയിച്ചാലും നിങ്ങൾക്ക് രക്ഷയിലേക്ക് നയിക്കുവാൻ മതിയാകത്തില്ല. മതിയാകണമെങ്കിൽ ഞങ്ങൾ ഉയർത്തുന്ന ക്രിസ്തുവിൽ കൂടെ മാത്രമേ കഴിയത്തുള്ളൂ. ആ ക്രിസ്തുവാണ് സർവരക്ഷിതാവായ യേശു കർത്താവ്. ആ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് തന്നെ പിൻഗമിക്കുന്ന വ്യക്തികളാണ്, അനുയായികളാണ് ഈ ലോകം മുഴുവനും. താൻ പരിചയായി ഇല്ലെങ്കിൽ താൻ പരാജയമായി ക്രൂശിൽ കിടന്ന വ്യക്തിയല്ലേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയും അതിന് പിന്നിലുള്ള ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയും. മരിക്കുന്നതിന് മുൻപേ, ക്രൂശിൽ ആണിതറയ്ക്കുന്നതിന് മുൻപേ, പഞ്ചപ്പാടുകൾ ഏൽക്കുന്നതിന് മുൻപേ താൻ മനസ്സിലാക്കി, താൻ പറഞ്ഞു ഞാൻ മരിക്കും, പക്ഷെ 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തികളും, അനവധി വ്യക്തികൾ താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടും ഇന്നും കല്ലറകൾ അടഞ്ഞു കിടക്കുന്ന അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ദൃശ്യമാധ്യമങ്ങളിൽ നമ്മൾ വീക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ പലസ്തീന്റെ പച്ചമണ്ണിൽ ഇപ്പോഴും തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ടെങ്കിൽ നസ്രായനായ യേശു ക്രിസ്തുവിന്റെ കല്ലറ മാത്രമാണ്. അവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഹി ഈസ് നോട്ട് ഹിയർ. അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന, ഇനി നമ്മളെ ചേർക്കുവാൻ വരുമെന്ന് പറഞ്ഞ ഒരേ ഒരു കർത്താവുണ്ടെങ്കിൽ, ഒരേ ഒരു രക്ഷിതാവുണ്ടെങ്കിൽ നസ്രായനായ യേശു ക്രിസ്തു മാത്രമാണ്. ആ യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്, വർത്തമാനമാണ്, ജീവിതമാണ് ഞങ്ങൾ ഈ ദേശമെമ്പാടും വിളിച്ചു പറയുന്നത്. മറ്റൊരുത്തനിലും രക്ഷയില്ല. പലരും രക്ഷയ്ക്കായി ഓടാറുണ്ട്, പള്ളികൾ പണിയാറുണ്ട്, മേടകൾ പണിയാറുണ്ട്, അർപ്പണങ്ങൾ നടത്താറുണ്ട്, പൂജകൾ, വഴിപാടുകൾ നടത്താറുണ്ട്. എന്നാൽ മനസ്സിലാക്കുക, കൊടയെടുത്തിട്ടോ, മുട്ടിലിഴഞ്ഞിട്ടോ, പദയാത്രകൾ നടത്തിയിട്ടോ, മലകളും കുന്നുകളും കയറിയിട്ടോ ഒന്നുമല്ല നിങ്ങൾക്ക് രക്ഷ ലഭിക്കുന്നത്. രക്ഷയ്ക്ക് വേണ്ടി ഓടുന്ന വ്യക്തികളുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് രക്ഷ ലഭിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ക്രിസ്തുവിനെ നിങ്ങളുടെ അതരത്തിലേക്ക് സ്വാഗതം ചെയ്യുമ്പോഴാണ്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ക്രിസ്തുവിനെ സ്വാഗതം ചെയ്യുവാൻ തയ്യാറായി കഴിഞ്ഞാൽ, എന്റെ ജീവിതത്തിന് ഞാൻ മുഖാന്തരം മാറ്റം വരുമോ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സുവിശേഷം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. മാറാക്കിടക്കയിൽ കിടക്കുന്ന വ്യക്തിയെയും ഒറ്റവാക്കിൽ എഴുന്നേൽപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് യേശു ക്രിസ്തു. ഏത് രോഗമായിക്കൊള്ളട്ടെ, മൂർച്ഛിച്ച് പോകുന്ന ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ രോഗമായിരുന്നാലും ഡോക്ടർ ഒരിക്കലും ഇനി മുൻപോട്ട് ഇല്ല എന്ന് പറയുന്ന ഏത് സാഹചര്യമായിരുന്നാലും ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവിന് അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും. അതാണ് ഈ ദേശത്തോളം ഞങ്ങൾ വിളിച്ചു പറയുന്നത്. ആരെങ്കിലും രോഗത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, കടക്കണിയിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ആത്മഹത്യയുടെ വക്കിലാണ് നിങ്ങളുടെ ജീവിതം നയിക്കുന്നതെന്നുള്ളെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം കൊണ്ടുവന്ന്
നിങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ സർവശക്തിയുള്ള സർവവ്യാപിയായ സർവജ്ഞാനിയായ ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങളെ കൊണ്ടുവരുമെന്ന് ആഹ്വാനം ചെയ്ത് ദേശത്തോടുള്ള സദ്വർത്തമാനം ഘോഷിച്ച് ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു പോകുന്നു. നസ്രയനായ ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.